കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്സൈക്ലിംഗ് സീരീസിലെ ലാസ്റ്റത്തെ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞി ബാലൻസ് വന്നിട്ടുള്ള പീസ് എന്നാണ് റോ കോട്ടൺ ഓർ റോ സിൽക്കാണ് മെറ്റീരിയൽ. അപ്പോൾ അതിന് വേണ്ടി ബോഡി സ്പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ബേസിക് പാറ്റേൺ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ആ സെയിം പാറ്റേണിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്ര പോർഷനെ വേണ്ടൂ, നെക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് വരയ്ക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ബേസിക് ബോഡീസ് പാറ്റേണിൽ ഈ ലോട്ടസിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കണമെന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ട്യൂട്ടോറിയൽ അല്ല, ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഐഡിയ മാത്രമാണ്, നിങ്ങളിതൊന്ന് ഐഡിയ എടുക്കുക. ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിടാം കേട്ടോ. എനിക്ക് വളരെ വ്യൂസ് കുറവാണ് ട്യൂട്ടോറിയൽസിനൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ശ്രമിക്കാത്തത് കേട്ടോ കാര്യമായിട്ട്. കാരണം ഒരു മോട്ടിവേഷൻ ഇല്ലടോ ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട്. ഇതപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ മീതെ ഈ ഒരു പാർട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ നമ്മളിതിൻ്റെ തയ്യൽ തുമ്പ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു, തുണി കിട്ടാതെ ആയതുകൊണ്ട്. അപ്പോൾ ആ തുമ്പൊന്ന് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മീതത്തെ ഭാഗത്ത് എന്താ ആഡ് ചെയ്യണം, തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് വേണം അതും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ സൈസിലൊരു ഡിഫറൻസ് വരും. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് ഈ ഒരു പാറ്റേൺ ഉള്ളത്. ബാക്ക് പാർട്ടിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ പീസ് വെച്ച് കൊടുക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ താഴെ ക്യാൻവാസ് നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് അത് അടിച്ചെടുത്തത്. അതല്ലാതെ അയൺ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മാച്ചിങ് ത്രെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഈ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഒരു ജസ്റ്റ് അടിക്കുന്നത് കാണിക്കുന്നത്. ബാക്ക് പാർട്ട് അതിനോട് യോജിച്ച് ആ ഹൈറ്റിൽ ഒരു സ്ട്രെയിറ്റ് പാർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സ്കാലപ്പ് പോലത്തെ, അതായത് ആ ലോട്ടസിൻ്റെ പെറ്റൽ സൈഡിൽ ഒരു 4 ഇഞ്ചും ഒരു പോയിൻ്റാണ് തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ തയ്യൽ തുമ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേർവ്സ് ഇട്ട് കൊടുക്കുക, സ്ലാഷസ് ഇട്ട് കൊടുക്കുക, അത് മറിച്ചെടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് മറിച്ചെടുക്കുക. ആ കോർണറിലൊക്കെ നമ്മൾ ഓരോ കട്ടിട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഷേപ്പിൽ മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിത് മാത്രം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ താഴെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസ് പീസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പേപ്പർ ക്യാൻവാസാണ്, തുണിയുടെ ക്യാൻവാസ് വേണമെങ്കിലും അറ്റാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളത് അയൺ ചെയ്യണം കേട്ടോ. ക്യാൻവാസിൻ്റെ പശ വരുന്ന ഭാഗമാണ് തുണീനെ ഫേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു ചെറിയൊരു എംബ്രോയിഡറി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോബിനിൽ പേൾ കോട്ടൻ്റെ ത്രെഡ് ചുറ്റി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ലൈനായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി കുറച്ച് പെയിൻറ്റിങ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബീഡ്സും കൂടെ ആഡ് ചെയ്തപ്പോൾ സെറ്റായി. ഐ എം സോ സോറി, ഞാനിതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാനായിട്ട് ഈ ഒരു ക്ലിപ്പിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓൾറെഡി അയച്ചു കൊടുത്തു. ബാക്കിലൊന്നുമില്ല, ഹുക്കാണ്.